ബോബി ചെമ്മണ്ണൂരിനെ അകത്താക്കിയ ശേഷമുള്ള ഹണിറോസിന്റെ ആദ്യ ഉദ്ഘാടന ചടങ്ങ് പാലക്കാട് ഒലവക്കോട്ടാണ് നടന്നത്. ഈ കടയുടെ ഉദ്ഘാടനത്തിന് ആരും പങ്കെടുക്കരുതെന്ന് ബോച്ചെ ആരാധകരും ആഹ്വാനം ചെയ്തിരുന്നു. ഇലക്ട്രോണിക്സ് കടയുടെ ഉദ്ഘാടനത്തിന് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഹണിറോസ് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയാണ് ബോച്ചെ ആരാധകർ ഈ പ്രചരണം നടത്തിയത്. എന്നാൽ ഇന്നു നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഹണിറോസിനെ കാണാൻ ഒരു വലിയ ജനക്കൂട്ടം തന്നെ എത്തിയിരുന്നു. സ്ത്രീകളും കുട്ടികളുമാണ് ഏറെയും അണിനിരന്നത്. പണ്ടത്തെ പോലെ തിക്കിത്തിരക്കിയെത്തുന്ന വലിയ ആൾക്കൂട്ടം ഉണ്ടായില്ലെന്നാണ് ബോച്ചെ ആരാധകർ പറയുന്നത്. ഹണിറോസ് പങ്കുവച്ച ഉദ്ഘാടന വീഡിയോയ്ക്ക് താഴെയാണ് ബോച്ചെ അനുകൂലികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. സ്കൂൾ കുട്ടികളെ ഇറക്കിയാണ് ഉദ്ഘാടന ചടങ്ങ് കൊഴുപ്പിച്ചതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഹണിറോസിനെ അനുകൂലിച്ചും കമന്റുകളുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ലെന്നും ഇനി അതിന്റെ പേരിൽ അകത്തുപോകാൻ വയ്യെന്നും കമന്റ് ബോക്സിൽ എഴുതിയവരുമുണ്ട്. ബോച്ചെ വിഷയത്തിനു പിന്നാലെ അശ്ലീലകരമായ കമന്റുകൾ ഇടുന്നവർക്കെതിരെയും ഹണിറോസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ആദ്യ വീഡിയോ ഇപ്പോൾ ഹണിറോസിന്റെ പേജിൽ കാണാനുമില്ല. മാലാഖയെപ്പോലെ സുന്ദരിയായാണ് ഹണിറോസ് ചടങ്ങിനെത്തിയത്. സോഷ്യൽ മീഡിയയിൽ പതിവ് പോലെ ഹണിയുടെ വീഡിയോ വൈറലാകുകയും ചെയ്തു. പക്ഷേ ഉദ്ഘാടന ചടങ്ങുകളിൽ കൈമേയ് മറന്ന് തിക്കിത്തിരക്കുന്ന യുവാക്കളുടെ വലിയ നിരയെ ഇത്തവണ കണ്ടില്ലെന്നതാണ് ഹണിറോസ് ആരാധകരെ കുഴയ്ക്കുന്നതും. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.